സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം കർഷക സമരം ചൂടുപിടിക്കുമ്പോൾ അടിച്ചമർത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പഞ്ചാബിൽ നിന്ന് ഹരിയാന വഴി ഡൽഹിയിലേക്ക് ആദ്യം പടർന്ന് പന്തലിച്ച കർഷക സമരം വീണ്ടും കളം നിറയാൻ തയ്യാറെടുക്കുമ്പോൾ എതിർചേരിയിൽ BJP മാത്രമല്ല, കൂട്ടിന് ആം ആദ്മി പാർട്ടിയുമുണ്ടെന്ന് കാണാം. ദില്ലിയിൽ BJPയിൽ നിന്ന് കനത്ത തോൽവി ഏറ്റുവാങ്ങിയതോടെ BJPയുടെ അതേ ലൈനാണ് ഇപ്പോൾ AAPക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഒരു പരിധിവരെ അത് ശരിയാണെന്ന് സമീപകാലത്ത് നടന്ന ചില സംഭവ വികാസങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. അത് കർഷക സമരത്തെ എങ്ങനെ അടിച്ചമർത്താം എന്നതിലാണ്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമെന്നും കുറഞ്ഞ താങ്ങുവില ഉറപ്പുവരുത്തുമെന്നും വാക്കു നൽകിയാണ് കേന്ദ്രം നേരത്തെ ദില്ലിയിൽ ആഞ്ഞടിച്ച സമരം ഒത്തുതീർപ്പാക്കിയത്. വാക്കു പാലിക്കാതിരുന്നപ്പോൾ കർഷകർക്കിടയ്ക്കിടെ സമരരംഗത്ത് വന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകേണ്ട ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. എന്നാൽ പതിവ് പോലെ BJPയും കേന്ദ്ര സർക്കാരും കർഷകരെ വഞ്ചിക്കുന്ന ഒരു നിലപാടിലേക്ക് മാറിയതോടെയാണ് സമരം ചൂടുപിടിക്കുന്നത്. കാർഷിക കരിനിയമങ്ങൾ പേരുമാറ്റി കേന്ദ്ര സർക്കാർ ഒന്നൊന്നായി നടപ്പിലാക്കുന്നത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കർഷകർ വീണ്ടും സമരവുമായി രംഗത്ത് വന്നത്. ഈ സമരത്തിനെ മുളയിലേ നുള്ളാനുള്ള BJPയുടെ നീക്കത്തിനാണ് അങ്ങ് പഞ്ചാബിൽ AAP കളം പിടിക്കുന്നത്. സംയുക്ത കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച എന്നിവയുടെ നേതൃത്വത്തിലുള്ള സമരം മാസങ്ങളായി നടന്നു വരികയാണ്. സമരം രാജ്യ തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തുവെങ്കിലും കേന്ദ്രത്തിലും ഹരിയാനയിലും അധികാരത്തിലുള്ള BJP സർക്കാരുകൾ അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനാൽ പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ സമരം തുടരുന്നു. ഇതിനിടെ കേന്ദ്രത്തിലെ BJPയുടെയും പഞ്ചാബിലെ AAPയുടെയും മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ പലവട്ടം കൂടിയാലോചനകൾ നടന്നു കഴിഞ്ഞു. പക്ഷേ സമവായത്തിലെത്താനായില്ല. അതിനാൽ തന്നെ സമരം തുടരുകയാണ്. അവസാനഘട്ട ചർച്ച നടന്ന മാർച്ച് 19-നും തീരുമാനമായില്ല. അതുകൊണ്ട് തന്നെ സമരരംഗത്ത് ഉറച്ചു നിൽക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോയ കർഷകരെ നിഷ്ഠൂരമായി അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് AAP സർക്കാരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP സർക്കാരുകളെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ അടിച്ചമർത്തൽ നടപടികളാണ് അവർ സ്വീകരിച്ചത് എന്നത് വലിയ പ്രത്യേകതയാണ്. ചർച്ച കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്യുക, ശംഭു, ഖനൂരി എന്നിവിടങ്ങളിലെ സമരപ്പന്തലുകളും മറ്റ് സജ്ജീകരണങ്ങളും ഇടിച്ചു നിരത്തുക തുടങ്ങിയ നടപടികളാണ് ഉണ്ടായത്. മാസങ്ങളോളം നിരാഹാര സമരം നടത്തിയ ജഗ്ജീത് സിംഗ് ദല്ലേവാൾ അടക്കം സർവൻ സിംഗ് പന്തർ, കാക്ക സിംഗ് കോട്ര, അഭിമന്യു കോഹർ തുടങ്ങിയ നേതാക്കളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ നടപടികൾക്കെല്ലാം BJP സർക്കാരുകളുടെ നടപടികളോട് സമാനതയുണ്ടായിരുന്നുവെന്നത് വളരെ ശ്രദ്ധേയമാണ്. ആയുധങ്ങൾ, ബുൾഡോസറുകൾ, വൻകിട യന്ത്രങ്ങൾ, പോലീസിന് പുറമെ സായുധ സേനകൾ എന്നിവയെല്ലാം പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്യുന്നതിനും സമരപ്പന്തലുകൾ നീക്കുന്നതിനും AAP സർക്കാർ അണിനിരത്തിക്കഴിഞ്ഞു. കർഷക സമരം കാരണം കച്ചവടത്തിനും വ്യാപാര സംരംഭങ്ങൾക്കും നഷ്ടമുണ്ടാക്കുന്നുവെന്ന കാരണമാണ് സമരത്തെ അടിച്ചമർത്തുന്നതിനായി AAP സർക്കാർ നിരത്തിയിരിക്കുന്നത്. രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളോടല്ല, വ്യാപാരികളോടും ഇടനിലക്കാരോടുമൊക്കെയാണ് BJPയെ പോലെ തങ്ങളുടെയും വിധേയത്വമെന്ന് പ്രഖ്യാപിക്കുന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ AAPയിൽ നിന്നും ഉണ്ടായത്. നേരത്തെ പഞ്ചാബിൽ കർഷക സമരം നടന്നപ്പോൾ കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരണത്തിലുണ്ടായിരുന്നത്. അന്ന് BJP ഭരിച്ചിരുന്ന ഹരിയാനയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ക്രമസമാധാന പരിപാലനം നിർവഹിക്കുന്ന ഡൽഹിയിലും സമരത്തെ നേരിട്ട് അതേ രീതിയിലാണ് AAP ഇപ്പോൾ കർഷകരെ നേരിടുന്നതും ആക്രമിക്കുന്നതും. BJPയും AAPയും ഒന്നായതിൽ സന്തോഷമുണ്ടെന്നാണ് കോൺഗ്രസ് ഈ നടപടികളോട് പ്രതികരിച്ചത്.